നമസ്കാരം. JM ടോക്സിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ മുണ്ടക്കയത്തിന്റെ വാർത്താ വഴികളിലൂടെ എന്ന പരിപാടിയുടെ രണ്ടാം ഭാഗം. 1988 ജൂലൈ 8 കേരളം ഇന്നും മറക്കാത്ത ദിവസം. അന്നാണ് പെരുമൺ പാലത്തിന് സമീപത്തുള്ള അഷ്ടമുടി കായലിലേക്ക് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞ് 100-ലധികം പേർ മരിച്ചത്. ഈ മാസം ജൂലൈ 8 ആ ദുരന്തം കഴിഞ്ഞ് 38 വർഷമാകുന്നു. ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ ആ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശുകയും ഒട്ടേറെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്ത മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ജോൺ മുണ്ടക്കയം. നമസ്കാരം സർ. സാർ എങ്ങനെയാണ് ആ ദുരന്തം ഓർത്തെടുക്കുന്നത്? ആ ദുരന്തത്തിന്റെ പ്രത്യേകത 38 വർഷം മുമ്പ് നടന്ന ദുരന്തമാണ്. 38 വർഷം ഇതേ ദിവസം നടന്നതാണ്. ഇപ്പോൾ 38 വർഷം മുമ്പത്തെ ആ സംഭവമാണ് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീവണ്ടി അപകടം, അതിലുപരി ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു ദുരന്തം. ആ ദുരന്തം നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മയാണത്. അന്ന് ഞാൻ തിരുവനന്തപുരം യൂണിറ്റിൽ മനോരമയുടെ ലേഖകനായിട്ട് ചേർന്ന കാലമാണ് 1988. ഈ ദുരന്തം ഉണ്ടാകുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞ ഉടനെ അന്ന് കൊല്ലത്ത് മനോരമയുടെ യൂണിറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ടീം ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് പോവുകയാണ്. അന്നത്തെ ഇവിടുത്തെ ബ്യൂറോ ചീഫായിരുന്ന ശ്രീ KR ചുമ്മാറാണ് ഞങ്ങളെ അയക്കുന്നത്. അന്ന് രംഗനാഥ്, ഫിന്നി ജേക്കബ്, ഞാൻ 3 പേരാണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത്. ആദ്യം പോയത് രംഗനാഥും ഫിന്നി ജേക്കബ് കൂടിയാണ്, പിന്നാലെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ദുരന്തം അന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ പഴയ കാലത്തെ ഒരു 10-40 വയസ്സിന് മുകളിലുള്ളവരുടെ ഓർമ്മകളുടെ സജീവമായിട്ടുണ്ടാവും. അതിനുശേഷമുള്ള നടന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ദുരന്തത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലോ. ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞത് 2:30-ക്കാണ് ഉണ്ടായത്. ഈ ട്രെയിനിൻ്റെ ബോഗികൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു, രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പം ഞങ്ങൾ പത്രലേഖകരോട് പോയി അത് റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഒരു ദുരന്തത്തിൽ, വലിയൊരു ദുരന്തത്തിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും സാധാരണ ഒരു അപകടം പോലെയല്ല, ഒട്ടേറെ പേർ ഉൾപ്പെടുന്നതാണ്, പല പ്രദേശത്തു നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മരിച്ചവരാരാണ്, കാണാതായവരാണെന്നൊന്നും പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു ബസ്സിലാണെങ്കിൽ നമുക്കറിയാം ഇന്ന ആൾക്കാരാണ് അത് കയറിയിട്ടുള്ളത്, കാറാണെങ്കിൽ അതറിയാം. ഇത് ട്രെയിനാകുമ്പോൾ നമുക്കറിയില്ല ആരൊക്കെയാണ്. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പോയി എടുത്തുകൊണ്ടിരിക്കുന്നു, ആരാണെന്ന് അറിയത്തില്ല. ജനങ്ങളെല്ലാം കൂടെ കൊല്ലം ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടിടുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയ്ക്ക് തന്നെ പല ദുരന്ത സംഭവങ്ങളും, പല വേദനാജനകമായ കാര്യങ്ങളും ഉണ്ടാകുന്നു. ഒരച്ഛൻ പൊക്കിയെടുക്കുന്ന സ്വന്തം മകൻ്റെ മൃതദേഹമാണ്. കാരണം ആ മകന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എവിടെയോ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വന്നിട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് വരേണ്ട മകനാണ് ഈ ബോഗിയിൽ മുങ്ങി മരിച്ചിട്ട് രക്ഷാപ്രവർത്തനത്തിലെത്തിയ അച്ഛൻ്റെ കൈകളിലേക്ക് ആ ചേട്ടൻ വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളൊന്നുണ്ട്. ഞാൻ ആ ദുരന്തത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ദുരന്തത്തെക്കുറിച്ചും വേറൊരു കാര്യം കൂടെ പറയാം. എന്താ ആ ദുരന്തത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഓർമ്മകൾ മറ്റൊന്നുണ്ട്. ഒരു അക്കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം, സാധാരണ പത്ര വാർത്തയോടൊപ്പമുള്ള ചിത്രങ്ങൾ വാർത്താ ചിത്രങ്ങളെന്ന് പറയും. വളരെയേറെ സജസ്റ്റീവായിട്ടുള്ള, വളരെയേറെ സൂചനകളിലൂടെ കഥ പറയുന്ന ഒരു ചിത്രം ഞാനിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത് ദീപിക പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്ത ഒരു ചിത്രമാണ്. അതായത് ഈ ബോഡികൾ ഇങ്ങനെ ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നു. ഒരു മൃതശരീരത്തിനും അഡ്രസ്സില്ല. അപ്പോൾ കയ്യിലൊരു വെള്ള ബാൻഡ് കെട്ടിയിട്ട് അതിലിങ്ങനെ നമ്പർ 1, 2, 3 എന്ന് എഴുതി ആണിത് ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു നമ്പർ 12 13 എഴുതുന്ന ഒരു രംഗം ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയാണ്. ആ കുട്ടിയുടെ കൈ മാത്രമേ കാണുന്നുള്ളൂ. ഒരു വല്ലാത്തൊരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ആ വർഷം ആ ചിത്രത്തിന് സംസ്ഥാന അവാർഡ് വരെ കിട്ടുകയുണ്ടായി. ഇതൊക്കെ ആ ഒരു ചിത്രം എനിക്ക് തോന്നുന്നു മൊത്തം ദുരന്തത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു ചിത്രമായിരുന്നത്. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ വാർത്ത പിറ്റേ ദിവസം വന്നു. ആദ്യം ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇത് 300-ലേറെ പേര് മരിച്ചു എന്നായിരുന്നു ആദ്യം. കാരണം ഒരു ബോഗിയിൽ ഒരു 10-100-നോടടുത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ
5-6 ബോഗികൾ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഒരു 300 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവും എന്നുള്ള നിഗമനത്തിൽ 300-ലേറെ പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞ പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നത്. ശാസ്ത്രത്തിൽ അത്രയും പേര് മരിച്ചിട്ടില്ലായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് കൃത്യമായിട്ട് അറിഞ്ഞത് എത്ര പേര് മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അന്നത്തെ സംഭവത്തിൻ്റെ വേറൊരു വലിയ പ്രത്യേകത, ആ സംഭവം ആണ് ആദ്യമായിട്ട് ലൈവായിട്ട് കേരളത്തിലെ ജനങ്ങൾ TV-യിൽ കാണുന്നത്. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അന്ന് വൈകുന്നേരം 6 മണിക്ക് ദൂരദർശനിൽ കാണുന്ന രംഗം, ഈ ബോഗികൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു, ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നു, മൃതദേഹങ്ങൾ ബോഗിയിൽ നിന്ന് പൊക്കിയെടുക്കുന്നു. ഇത് വൈകുന്നേരത്തെ വാർത്തയോടൊപ്പം ഇങ്ങനെ വിഷ്വൽ കാണിക്കുകയാണ്. വാസ്തവത്തിൽ ആ സംഭവം ഒരു ചിത്രത്തിലൂടെ കണ്ട കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിപ്പോയി. കാരണം അതിനുവേണ്ടി കേരളത്തിലെ ഒരു ദുരന്തം ഇങ്ങനെ ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രധാന സംഭവം ഇങ്ങനെ ആളുകൾ TV-യിലൂടെ കണ്ടിട്ടില്ല. അപ്പോൾ ചരിത്രപരമായിട്ട് ഈ പെരുമൺ ദുരന്തത്തിൻ്റെ ഒരു ചരിത്ര നാഴികക്കല്ലെന്ന് പറയുന്നത് പ്രിന്റ് മീഡിയയിൽ നിന്ന് വിഷ്വൽ മീഡിയയിലേക്കുള്ള മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നത്. അന്ന് മറ്റ് TV ചാനലുകളൊന്നുമില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൂരദർശനിൽ അന്ന് കൊണ്ടുവന്ന ഈ വിഷ്വല് ഇത് ഒരു ചോദ്യമുയർത്തി ആളുകളുടെ മുന്നിൽ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ. ഇനി എന്തിനാണ് ആളുകൾ പത്രം വായിക്കുന്നത്? കാരണം ഇതിൻ്റെ ലൈവായിട്ട് ഇത് കാണുകയാണ്. സാർ ഇപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലായി, പെരുമൺ ദുരന്തമാണ് ആദ്യമായിട്ട് കേരളത്തിലെ പ്രേക്ഷകര് TV-യിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ദുരന്തമെന്ന്. അപ്പൊ നമ്മൾ ഓൾറെഡി രാത്രി ഇത് കണ്ട സ്ഥിതിക്ക് ഇപ്പൊ പിറ്റേ ദിവസം അത് പത്രത്തിൽ വായിക്കുന്നതിന്റെ പ്രസക്തി എന്താണ് സാർ? എങ്ങനെയാണ് അതിനെ? അതെ, തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് അന്നത്തെ പ്രിന്റ് മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഒരു ചോദ്യം അതാണ്. പക്ഷെ അന്ന് തന്നെ അതിനെ മറികടക്കാൻ വേണ്ടി മനോരമ ചെയ്തത് എന്താണെന്ന് ഞാൻ പറയാം. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാ വിഷ്വലുകളും TV-യിൽ വരുമ്പോൾ കൂടുതലായിട്ട് എന്ത് കൊടുക്കാൻ കഴിയും പത്രത്തിന് എന്നുള്ളതായിരുന്നു അന്ന് ചിന്തിച്ചത്. അപ്പോൾ കൂടുതലായിട്ട് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പലതുണ്ട്. ഒന്ന്, ഈ വിഷ്വലിന് കൊടുക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള വിശദാംശങ്ങൾ, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ്. ഒന്ന്, മനുഷ്യനെ വൈകാരികമായിട്ട് സ്പർശിക്കുന്ന ആ ദുരന്തത്തിൻ്റെ ഒരുപിടി കഥകളുണ്ടാവും. രണ്ടാമത്തേത് ഈ ദുരന്തത്തിൻ്റെ വിശദാംശങ്ങൾ. അതെല്ലാം ഉപരി ചെയ്തൊരു സംഗതി അന്നത്തെ മനോരമയുടെ ന്യൂസ് എഡിറ്ററായിരുന്ന തോമസ് ജേക്കബ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഒരു ആശയമായിരുന്നു അത്. അദ്ദേഹം വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺ, ആ റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ പോയിട്ട് ഒരു കാര്യം അന്വേഷിക്കണം. ഇന്ന് ആരൊക്കെയാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തത് ആരൊക്കെയായിരുന്നു എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കണ്ടുപിടിക്കുക എളുപ്പമല്ല, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. കാരണം അന്നത്തെ പോലെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് എനിക്ക് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ റെയിൽവേയുടെ പബ്ലിക് റിലേഷൻ മാനേജറായിരുന്ന ആൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ടൈറ്റസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. ഇത് അന്നേരം ദുരന്തം ഉണ്ടായി. ഈവനിങ് 4 മണി 5 മണിയായി. അപ്പം ഞാൻ അന്നേരം കൊല്ലത്തേക്ക് പോയിട്ടില്ല. എൻ്റെ മുന്നിലുള്ളൊരു ടീമാണ് പോയിരിക്കുന്നത്. ഞാനിത് അറിയാൻ വേണ്ടിയിട്ട്, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ റെയിൽവേ ഡിവിഷണൽ ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ റെയിൽവേ ഡിവിഷണൽ ഓഫീസിലേക്ക് ഞാൻ കയറി ചെല്ലുന്ന ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്നേരം എവിടെയോ അകലെ നിന്നൊരു റേഡിയോയിൽ കൂടി രാമേന്ദ്രൻ ശബ്ദം കേൾക്കുകയാണ്. ദുരന്തത്തിൻ്റെ വിശദാംശങ്ങൾ രാമേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ പബ്ലിക് റിലേഷൻ മാനേജറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും ബുക്ക് ചെയ്തവരുടെ ലിസ്റ്റ് കിട്ടാൻ വഴിയുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്നത് എങ്ങനെ കിട്ടാനായിട്ടാണ്, കാരണം ഈ ദുരന്തം ഉണ്ടായി ഇത്രയും സമയമല്ലേ ആയിട്ടുള്ളൂ, ഞാൻ എത്ര ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ബാംഗ്ലൂരിൽ ഓഫീസിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് ആവശ്യപ്പെട്ടു. എന്തായാലും എൻ്റെ അന്നത്തെ ഭാഗ്യത്തിന് ആ ലിസ്റ്റ് കിട്ടി. പക്ഷേ ഈ ലിസ്റ്റ് എന്തിനാണ് ലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഈ മുങ്ങിയ ബോഗികളിൽ ഉണ്ടായിരുന്ന അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇന്ന ബോഗികൾ, ആദ്യത്തെ 3 ബോഗികൾ കഴിഞ്ഞിട്ടുള്ള ബോഗികളുടെ ലിസ്റ്റാണ് കൊടുത്തിരുന്നത്. 4-5 ബോഗികളുടെ ലിസ്റ്റാണ് അതിനകത്ത് ചോദിച്ചെടുത്തത്. ആ ബോഗിയിൽ യാത്ര ചെയ്തവരുടെ ലിസ്റ്റ് കിട്ടി. പക്ഷെ ആ ലിസ്റ്റ് എടുത്ത് നമുക്ക് ഈ ബോഗിയിൽ മുങ്ങി മരിച്ചതെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. കാരണം അവരെല്ലാം ദുരിതത്തിൽ പെട്ടു എന്നുള്ളതല്ലാതെ അപകടത്തിൽ പെട്ടു എന്ന് പറയാൻ നേരെ മാത്രമല്ല, ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ നേരത്തെ ഇറങ്ങി പോയിട്ടുണ്ടെന്നും അറിയില്ല. അപ്പോൾ അതിന് കൊടുക്കാവുന്ന സേഫായിട്ടുള്ള സംഗതി ആ ഐലൻഡ് എക്സ്പ്രസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും ബുക്ക് ചെയ്തവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് പക്ഷേ വലിയ പിറ്റേ ദിവസം അത് മനോരമയുടെ എക്സ്ക്ലൂസീവ് ആയിരുന്നു. അതുകൊണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ അന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അറിയാവുന്നൊരു അവസരമായി.
പക്ഷേ അവരൊരു അപകടത്തിൽപ്പെട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരൊക്കെ എത്തിയോ സേഫായിട്ടൊന്ന് അന്വേഷിക്കാനുള്ള അവസരം കിട്ടി. അപ്പം ടി വിക്ക് കഴിയാത്ത പത്രത്തിന് കഴിഞ്ഞ ഒരു വലിയ സംഭവമായിരുന്നു ഇത് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടർ വാർത്തകളുണ്ടാവും. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്നെന്ന് പറഞ്ഞതുപോലെ പിന്നീടും ഇതിൻ്റെ വാർത്തകൾ തേടി ഞങ്ങൾ അടുത്ത ദിവസമൊക്കെ ഇങ്ങനെ കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 3-ാം ദിവസം ഞങ്ങൾ ആ റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പുതിയ വാർത്തകൾ കിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ആദ്യത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഈ ട്രെയിനിൻ്റെ ബോഗികൾ മാത്രമാണ് പാളം തെറ്റിയതും മറിഞ്ഞതെന്നാണ്. കാരണം ഈ ട്രെയിൻ ഓടി പെരുമൺ പാലത്തിൽ കൂടി കടന്ന് അതിൻ്റെ എൻജിൻ പാലം കടന്നു നിൽക്കുന്നു. ബോഗികളുടെ അറ്റം പാലത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നു. നടുക്കുള്ള കുറേ ബോഗികൾ മാത്രമാണ് വെള്ളത്തിൽ വീണത്. അപ്പം സ്വാഭാവികമായിട്ടും റെയിൽവേയുടെ അന്നത്തെ നിഗമനം ഇത് പാലത്തിൽ കയറിയ ശേഷം ബോഗികൾ മാത്രം പാളം തെറ്റി എന്നുള്ളതാണ്. പക്ഷെ 3-ാം ദിവസം ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ച, ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരനായ ഒരാൾ ആ റെയിൽവേ ട്രാക്കിലിരുന്ന് ഒരു ലെൻസ് ഉപയോഗിച്ച് റെയിൽവേ ട്രാക്ക് പരിശോധന നടത്തുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ വലിയ കൗതുകം ഉണ്ടാക്കി. എന്താണ് ഈ റെയിൽവേ ട്രാക്കിലിരുന്ന് ലെൻസ് ഉപയോഗിച്ച് പരിശോധിക്കാനുള്ള സംഗതി എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആളുടെ അടുത്ത് ചെന്നു. ഞങ്ങൾ ചോദിച്ചു, അല്ല സാർ എന്താണ് ചെയ്യുന്നത്? അപ്പം ഞങ്ങൾ ആദ്യം പുള്ളി ഒന്ന് നോക്കി. പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളാരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പത്രക്കാരാണെന്ന്. പത്രക്കാരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിൽ പറയാം ഞാൻ ഫോറൻസിക് എക്സ്പെർട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണ് സാർ ഈ ലെൻസ് ഉപയോഗിച്ച് പരിശോധിക്കുന്നത്? ഞാൻ പരിശോധിക്കുന്നത് ഈ ട്രെയിനിൽ എവിടെയാണ് പാളം തെറ്റിയത്, ഏത് ബോഗിയുടെ ഏത് വീലാണ് പാളം തെറ്റിയത് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചൊരു ജെന്റിൽമെൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഒരു കാര്യം ചെയ്യേ, ഞാൻ ഇപ്പം അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വാർത്തയൊന്നും കൊടുക്കരുത്, റിപ്പോർട്ട് ശരിയാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, റിപ്പോർട്ട് ശരിയാകുമ്പോൾ ഈ വാർത്ത എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി അത് എഗ്രി ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു പോറ്റി എന്നാണ്. അദ്ദേഹം പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. അത് സംബന്ധിച്ച് ഞങ്ങൾ വാർത്തയൊന്നും കൊടുത്തില്ല. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, ഏകദേശം എനിക്കൊന്ന് 1-2 ആഴ്ച കഴിഞ്ഞ് എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് ശ്രീ വിഷ്ണു പോറ്റി ആയിരുന്നു. വിഷ്ണു പോറ്റി എന്നോട് പറഞ്ഞു, ഓഫീസർ വരാമെന്ന് ചോദിച്ചു. അന്ന് ഈ ഫോറൻസിക്, ഇന്നും അതെന്ന് തോന്നുന്നു, ആ ഫോറൻസിക് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസ് ഇരിക്കുന്നത് ഇന്നത്തെ ഈ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ വെഴുതക്കാട് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിലാണ്. ഞാനവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതെവിടെയാണ് പാളം തെറ്റിയതെന്നും ഏത് ബോഗിയാണ് പാളം തെറ്റിയതെന്നും ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുള്ളതെന്നും. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. അതുകൂടെ പറഞ്ഞാലേ ചിത്രം പൂർത്തിയാവുള്ളൂ. ഈ റെയിൽവേയിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ വിദഗ്ധന്മാർ വന്നത് പരിശോധന നടത്തും. റെയിൽവേ സേഫ്റ്റി കമ്മീഷണറാണ് പരിശോധിക്കുന്നത്. അപ്പോൾ റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ ഇതിനിടയ്ക്ക് വന്ന് പരിശോധന നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ എന്താണ് കാരണമെന്നോ എന്താണെന്നോ ഒരു പിടിയും കിട്ടിയില്ല. അദ്ദേഹം മനസ്സിലാക്കിയ സംഗതി, റെയിൽവേയുടെ എൻജിൻ പാലം കടന്നു നിൽക്കുന്നു, റെയിൽവേയുടെ ഈ ട്രെയിനിൻ്റെ എൻജിൻ പാലം കടന്നു നിൽക്കുന്നു, കുറേ ബോഗിയുടെ വെള്ളത്തിൽ മുൻകിടക്കുന്നു. അപ്പോൾ അദ്ദേഹം പല വഴിക്കും ആലോചിച്ചിട്ട് ഒരു കാരണം കണ്ടാഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു ടൊർണാഡോയെ കൊണ്ടുവന്നു. ടൊർണാഡോ എന്ന് സാർ പറഞ്ഞല്ലോ, എന്താണ് ഈ ടൊർണാഡോ? പറയാം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ടൊർണാഡോ എന്ന് പറയുന്നത് അക്കാലത്ത് മലയാളികൾക്ക് തീരെ പരിചയമില്ലാത്തൊരു വാക്കായിരുന്നു. ടൊർണാഡോ എന്ന് പറയുന്നത് ആനയുടെ തുമ്പിക്കൈ പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ചുഴലിക്കാറ്റാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് വരെ ടൊർണാഡോ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ഈ സേഫ്റ്റി കമ്മീഷണർ കണ്ടുപിടിച്ചു. ആ പ്രത്യേക ദിവസം, ആ പ്രത്യേക സമയത്ത് ആ ട്രെയിൻ ഈ പെരുമൺ പാലത്തിൽ കയറിയ സമയത്ത് എൻജിൻ്റെയും അതിൻ്റെ പിൻഭാഗത്തെ കമ്പാർട്ട്മെൻറ്റിന് ഇടയ്ക്കായിട്ട് കൃത്യമായിട്ടിരുന്ന 4-5 ബോഗികളുടെ മുകളിലേക്ക് ടൊർണാഡോ വന്നിറങ്ങി ആ ബോഗികളെ മറിച്ചിട്ടു. വളരെ സേഫാണ്. സേഫ്റ്റി കമ്മീഷണർ സേഫായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി അത് കൊടുത്തിട്ട് പുള്ളി പോയി. അപ്പം ഈ റിപ്പോർട്ട് ഇതൊരു ശുദ്ധ അബദ്ധമാണ്, അസംബന്ധമാണെന്ന് അറിയാമെങ്കിലും ഒരു റെയിൽവേയുടെ ഒരു വിദഗ്ധൻ കണ്ടുപിടിച്ചായതുകൊണ്ട് ആ തൽക്കാലം അതൊന്നും വേണ്ടിയില്ല. മാത്രമല്ല, ആ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ ആരും അവിടെ ഒരു എന്തെങ്കിലും കാറ്റോ
ഒരു ഇലേനക്കം പോലും ആരും കേട്ടില്ല എന്നാണ് പറഞ്ഞു. ഒരു മഴ പെയ്തിട്ടില്ല, ഒരു കാറ്റ് വീശിയിട്ടില്ല. അപ്പൊ ഈ ചുഴലിക്കാറ്റ് മാത്രം അവിടെ വന്നത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. ആകെ അറിഞ്ഞത് ഈ സേഫ്റ്റി കമ്മീഷണർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സേഫ്റ്റി കമ്മീഷണറുടെ ഈ റിപ്പോർട്ട് പൊളിച്ചു എന്നുള്ളതാണ് ഈ പിന്നെ ഫോറൻസിക് എക്സ്പെർട്ട് ആയിരുന്ന വിഷ്ണു പൂറ്റിയുടെ കണ്ടെത്തല്. എന്തായിരുന്നു ആ കണ്ടെത്തല്? അത് പറയാം. അതായത് ഈ വിഷ്ണു പൂറ്റി കണ്ടെത്തിയ സംഗതി എന്ന് പറയുന്നത്, അദ്ദേഹം അതിന്റെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഈ ഒരു ഉരുക്ക് യന്ത്രം എന്ത് തന്നെയായാലും ഒരു ഉരുക്കിന്റെ ഒരു പീസ് ഉണ്ടാകുമ്പോഴേ അതിൻ്റെ മേലെ ആ ഉരുക്ക് ഉണ്ടാക്കിയതിൻ്റെ ടൂൾ മാർക്ക് ഉണ്ടാവും. നമ്മുടെ ഈ കയ്യിലെ ഹസ്തരേഖകൾ പോലെ വരകൾ ഉണ്ടാവും അതിൽ. അത് ഓരോ പീസിലും ഓരോ ടൂൾ മാർക്കായിരിക്കും. അപ്പം ഈ റെയിൽവേ ബിയിൽനിന്നൊരു ടൂൾ മാർക്കുണ്ട്, ഈ പാളത്തിനൊരു ടൂൾ മാർക്കുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് ഇദ്ദേഹം എവിടെയാണ് ഈ പാളം തെറ്റിയെന്ന് അദ്ദേഹത്തിന് സംശയമുള്ള ഭാഗത്ത് അദ്ദേഹം അതിന്റെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ലെൻസ് ഉപയോഗിച്ച് അത് കാണുകയും അതിന്റെ ഫോട്ടോ എടുക്കുകയാണ് അദ്ദേഹം ഞങ്ങൾ അന്ന് പോകുമ്പോൾ ഇവിടെ വിഷ്ണു പൂറ്റി ചെയ്തുകൊണ്ടിരുന്നതെന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു. അപ്പം ഇദ്ദേഹം ഇതിന്റെ എല്ലാം പടങ്ങൾ എടുത്തു വെച്ചിട്ട് ഓരോ സ്ഥലത്തും ഈ പിന്നെ ട്രാക്ക് കട്ട് ചെയ്ത ഭാഗം കണ്ടുപിടിച്ചിട്ട് അത് എവിടെയാണെന്ന് നോക്കി അവിടെ പടം എടുത്തിട്ട് അത് കട്ട് ചെയ്ത വീലിന്റെ പടം കണ്ടുപിടിക്കാണ്ട് വീലിന്റെ മൊത്തം പടങ്ങൾ അദ്ദേഹം എടുത്തു. എന്നിട്ട് ഏത് വീലിന്റെ ടൂൾ മാർക്കുമായിട്ടാണ് ഈ റെയിൽവേ ട്രാക്കിൽ ഇത് പാളം തെറ്റിയ ഭാഗത്ത് ആ മാർക്കുമായിട്ട് ചേരുന്നത് കണ്ടുപിടിച്ചു. അങ്ങനെ കൃത്യമായിട്ടും അദ്ദേഹം രണ്ട് കാര്യം കണ്ടുപിടിച്ചു. ആദ്യം ഉണ്ടായിരുന്ന റിപ്പോർട്ട് ബോഗികളാണ് പാളം തെറ്റിയെന്നുള്ളായിരുന്നു. പക്ഷെ അദ്ദേഹം കണ്ടുപിടിച്ചു ബോഗികളല്ല, ആദ്യം പാളം തെറ്റിയത് എഞ്ചിൻ തന്നെയാണെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എഞ്ചിനാണ് പാളം തെറ്റിയെങ്കിൽ പിന്നെ എഞ്ചിൻ എങ്ങനെയാണ് പാലം കടന്ന് നിൽക്കുന്നത്? എഞ്ചിനല്ലായിരുന്നു ആദ്യം അറിയേണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എഞ്ചിൻ വളരെ ഹെവി ആയതുകൊണ്ട് ഇത് പാളം തെറ്റി ഈ പാലത്തിലേക്ക് അന്ന് ഈ തടിയുടെ പിന്നെ പാളമാണല്ലോ ഈ ക്രോസ് ആയിട്ട് ഇടുന്നത്. അപ്പൊ തടിയിൽ കൂടി ഇത് കയറി കുറെ ദൂരം പോയിട്ട് അതിന്റെ വെയിറ്റ് കൊണ്ട് അത് വീണ്ടും ട്രാക്കിൽ തിരിച്ചു കയറി. അങ്ങനെ അത് പാലത്തെ കൂടെ നീങ്ങി അപ്പുറത്തെത്തി. പക്ഷേ അതിന്റെ ഈ എഞ്ചിന്റെ പിന്നാലെ പാളം തെറ്റിയ ബോഗികൾക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ല. അപ്പൊ പാലത്തിൽ ചെന്നപ്പോഴത്തേക്ക് ആ ബോഗികളൊന്നും ആദ്യത്തെ ബോഗി മറിഞ്ഞു, അതിന്റെ പിന്നാലെ കുറെ ബോഗികളും മറിഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. അതിന്റെ ശാസ്ത്രീയമായിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശാസ്ത്രീയമായിട്ട് അദ്ദേഹം അതിന്റെ മാർക്ക് വെച്ചിട്ടാണ് അത് തെളിയിച്ചത്. അപ്പൊ ഇത് പിന്നെ വാർത്തയായി. അതായത് രണ്ട് കാര്യമാണെന്ന് മനോരമയുടെ 1-ാം പേജിൽ വന്ന റിപ്പോർട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പാളം തെറ്റിയത് എഞ്ചിൻ. രണ്ട്, പാലത്തിന് മുമ്പേ പാളം തെറ്റി. പാലത്തിൽ കയറിയ ശേഷമാണ് പാളം തെറ്റിയെന്നായിരുന്നു അതുവരെയുള്ള കണ്ടെത്തൽ. പക്ഷേ വിഷ്ണു പൂറ്റി കണ്ടെത്തിയത് പാളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പാളം തെറ്റിയിരുന്നത് എഞ്ചിനാണ് പാളം തെറ്റിയത്. പക്ഷേ ആ എഞ്ചിൻ തിരികെ പാളത്തിൽ കയറി, ബോഗികളുടെ പാളത്തിൽ കയറിയില്ല, മറിഞ്ഞു. ഇത് വലിയൊരു റെവലേഷൻ ആയിരുന്നു. അതുവരെയുള്ള എല്ലാ കണ്ടെത്തലുകളും സേഫ്റ്റി കമ്മീഷണറുടെ കണ്ടെത്തലുകളും എല്ലാം ഒളിച്ചു. അതോടെ സേഫ്റ്റി കമ്മീഷണറുടെ ആ കണ്ടെത്തൽ റെയിൽവേ എടുത്ത് പൊട്ടയിലെത്തും. പക്ഷെ ഇന്നും എന്താണ് സങ്കടകരമായ കാര്യം എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് പെരുമൺ ദുരന്തം ഉണ്ടായി, എന്തുകൊണ്ട് ആ ട്രെയിൻ മറിഞ്ഞു എന്നുള്ളത് ഇന്ന് കണ്ടെത്തിയിട്ടില്ല. ഏകദേശം നിഗമനം അവസാനം ഉണ്ടായത് ആ ട്രെയിൻ ഓവർ സ്പീഡിലായിരുന്നുവെന്നും ആ ഓവർ സ്പീഡ് കൊണ്ട് ആ പാലത്തിൽ എത്തിയപ്പം പാളം തെറ്റിയതാണെന്നുമാണ്. പാലത്തിന് മുമ്പായിട്ട് ആ വളവ് തിരിഞ്ഞപ്പോൾ എഞ്ചിന്റെ പാളം തെറ്റിയതുമാണെന്നാണ് നിഗമനത്തിലെത്തിയത്. പക്ഷേ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനുശേഷം പല കാരണങ്ങളും ആരോപിക്കപ്പെട്ടു. ഡ്രൈവറും മദ്യപിച്ചിരുന്നുവെന്നും അവിടെ റെയിൽവേ ട്രാക്കിൽ പണി നടക്കുകയായിരുന്നു എന്നൊക്കെ പല ആരോപണങ്ങളുണ്ടായി. പക്ഷേ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ തെറ്റായ ഒരു കണ്ടെത്തലുകളെ പൊളിച്ചു എന്നുള്ളതാണ് വിഷ്ണു പൂറ്റിയുടെ ആ കണ്ടെത്തലിന്റെ മഹത്വം. സർ, റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ കണ്ടെത്തല് തെറ്റാണെന്ന് വിഷ്ണു പൂറ്റിയുടെ റിപ്പോർട്ട് തെളിയിച്ചു. അത് മനോരമയിൽ വന്നിട്ട് നമ്മൾ എല്ലാവരും വായിക്കുകയും ചെയ്തു. അതിനുശേഷം റെയിൽവേ പിന്നെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? റെയിൽവേ, ഞാൻ എന്താ പറഞ്ഞ, റെയിൽവേക്ക് ഒരു നിലപാട് എടുക്കാൻ പറ്റിയില്ല. റെയിൽവേ പിന്നീട് അതിനെക്കുറിച്ച് വീണ്ടും ഒരു അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. സാർ ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ നേരിട്ട് പോയല്ലോ. അപ്പൊ ഇപ്പോഴും സാറിന് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാതെ സങ്കടം തോന്നുന്ന എന്തെങ്കിലും ഓർമ്മകൾ? ഞാൻ തീർച്ചയായിട്ടും അന്ന് വളരെ അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവങ്ങൾ, അതായത് ഞാൻ സാധാരണത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കഥകളുണ്ടാവും. കഥകളല്ല, അനുഭവങ്ങൾ തന്നെ ഉണ്ടാവും. രണ്ട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഒന്ന്, ആ ദുരന്തത്തിൽ ഒരു കുഞ്ഞ് മരിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി ആരുടെ കുഞ്ഞാണെന്നറിയാതെ ഒരു തമിഴ് ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു തമിഴ് ദമ്പതികൾ
ആ കുഞ്ഞ് അവരുടെ കുഞ്ഞ്, കാരണം ഈ ബോഡിയൊക്കെ മുങ്ങി വെള്ളത്തിൽ കിടന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കൃത്യമായിട്ട് ആ ബോഡിയൊക്കെ ചെറുടെ രൂപമാറ്റമൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് അവർ പറഞ്ഞു ഈ കുഞ്ഞ് അവരുടെ ആണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് അവർ തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ കൊണ്ട് ആ കുഞ്ഞിനെ അടക്കി. കുറച്ചാൾ കഴിഞ്ഞ് DNA ടെസ്റ്റൊക്കെ നടത്തി ആ കുഞ്ഞ് അവരുടേതല്ല, വേറെ ദമ്പതികളുടെയാണെന്ന് മനസ്സിലാക്കി അവർ കേസ് കൊടുത്തിട്ട് തമിഴ്നാട്ടിൽ പോയി ആ അടക്കിയ സ്ഥലത്ത് നിന്ന് ആ കുഞ്ഞിനെ വീണ്ടും എടുത്ത് കൊണ്ട് അവരുടെ ആചാരപ്രകാരം കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റുമായിരുന്നു. അത് വാസ്തവത്തിൽ അത് വളരെ സങ്കടകരമായ ടച്ചിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ഒരു കുഞ്ഞിനെ അപ്പം മാത്രമല്ല, യഥാർത്ഥത്തിൽ മരിച്ച തങ്ങളുടെ കുഞ്ഞിനെയും ആ മാതാപിതാക്കൾക്ക് ലഭിച്ചുമില്ല. ഇതതിൻ്റെ ഒരു പിന്നീട് കണ്ടെത്തിയ ഒരു സങ്കടകരമായ കാര്യമാണ്. ഇനി രസകരമായ വേറൊരു കാര്യമുണ്ട്. അക്കാലത്ത് മരിച്ചു എന്ന് കരുതപ്പെടുന്ന പാലക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, മരിച്ചവരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോയി പാലായി കൊണ്ടുപോയി അവരടക്കി. അതിൻ്റെ ആചാരപ്രകാരം എല്ലാം ചെയ്തു. ഒരു ക്രിസ്ത്യനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് അടക്കി കുറേ നാൾ കഴിഞ്ഞ ഈ മരിച്ചയാൾ തിരിച്ചു വന്നു. ഏകദേശം 6 മാസം കഴിഞ്ഞ് മരിച്ചയാൾ തിരിച്ചു വന്നു. അവർ ഒരു പ്രസക്തമായ ചോദ്യം, ഈ അടക്കിയത് ആരാണെന്നുള്ളത്. അടക്കപ്പെട്ട ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആളുടെ പിന്നെ ഊരും പേരും ഒന്നും ആൾക്ക് അറിയില്ല. അതുകൊണ്ട് മരിച്ചയാളെ വീണ്ടും കുടുംബം സന്തോഷപൂർവ്വം വീണ്ടും സ്വീകരിച്ചു. ഇതൊക്കെ ഈ പെരുമൺ ദുരന്തത്തിൻ്റെ ഇന്ന് ആളുകളുടെ ഓർമ്മകളിലില്ലാത്ത എൻ്റെ മനസ്സിൽ സജീവമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നുണ്ട്. അതായത് ഇനി എൻ്റെ 1ാം വാർഷികത്തിന് ഞങ്ങൾ വീണ്ടും അവിടെ പോയിരുന്നു അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. 1ാം വാർഷികത്തിന് അവിടെ ചെല്ലുമ്പോൾ വീണ്ടും എന്താണ് പുതുതായിട്ട് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആ സമയത്ത് പിന്നെ ബോഡി തിരഞ്ഞ് കണ്ടെത്തിയ ആളുകളെ വീണ്ടും കണ്ടവിടെ വെച്ചു. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു രംഗം മനസ്സിൽ സ്പർശിക്കുന്നതായിരുന്നു. അതായത് ഒരു സ്ത്രീ തല ഊതിക്കൊണ്ട് ചീപ്പ് തലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് സ്ത്രീയുടെ ബോഡി കിട്ടിയത്. അതായത് മനസ്സിലാക്കേണ്ടത് ആ സ്ത്രീ കൊല്ലത്തെ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളതായിരുന്നു. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ബാത്റൂമിൽ കയറിയ സ്ത്രീ മുടി ഊതുകയായിരുന്നു ചീപ്പ് ഉപയോഗിച്ച്. അപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. ആ അവസ്ഥയിൽ തന്നെയാണ് ആ സ്ത്രീ, ആ ബാത്റൂം ആയതുകൊണ്ട് പിന്നെ ആ ശരീരത്തിന് വേണ്ടി നമുക്കില്ല, ആ അവസ്ഥയിലാണ് സ്ത്രീയെ ബോഡി കൊണ്ടിരുന്നത്. അത് കണ്ട ഒരു രംഗം ആളെന്നോട് പറഞ്ഞത് ഞാനൊന്ന് പത്രത്തിൽ കൊടുത്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി രംഗങ്ങൾ ഇത്തരം ദുരന്തങ്ങളിലുണ്ടാവും. അതുപോലെയുള്ള ഒട്ടേറെ ചിത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാകും ദുരന്തമായിട്ട് ബന്ധപ്പെട്ട്. സാറ് പാലത്തിൽ വെച്ച് വിഷ്ണു പോറ്റിയെ കണ്ടുമുട്ടിയ രംഗം പറഞ്ഞപ്പോൾ ശരിക്കും ഒരു സിനിമാറ്റിക് ഫ്രെയിമിൽ കണ്ട പോലെ തോന്നി. യഥാർത്ഥത്തില് വിഷ്ണു പോറ്റി ഒരു ബാലിസ്റ്റിക് എക്സ്പെർട്ട് അല്ലേ? അദ്ദേഹം എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? അതെ, വിഷ്ണു പോറ്റി ബാലിസ്റ്റിക് എക്സ്പെർട്ടാണ്, ഫോറൻസിക് എക്സ്പെർട്ടാണ്. ഈ ബാലിസ്റ്റിക് എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ ഈ തോക്ക് ഉപയോഗിച്ചുള്ള അത്ര ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന കൊലപാതകത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ ഹി ബിക്കംസ് എ ബാലിസ്റ്റിക് എക്സ്പെർട്ട്. പക്ഷെ മറ്റു തരത്തിലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ഫോറൻസിക് ആണ്. അപ്പം വിഷ്ണു പോറ്റി തന്നെയാണ് ഈ സോമൻ SI സോമൻ ദുരന്തത്തിൽ ആ ബാലിസ്റ്റിക് എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ റിപ്പോർട്ട് കൊടുത്തത് വിഷ്ണു പോറ്റിയാണ്. വേറെ ഒട്ടേറെ സംഭവങ്ങളിൽ വിഷ്ണു പോറ്റിയുടെ റിപ്പോർട്ടുകൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. വിഷ്ണു പോറ്റി ഒരു വളരെ പ്രഗത്ഭനായ ഒരു ഫോറൻസിക് എക്സ്പെർട്ടായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. പിന്നെ സാറിന്റെ കൂടെ അന്ന് കൂടെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ അന്ന് നടന്ന വിഷ്ണു പോറ്റിയെ കാണുമ്പോൾ എന്നോട് ഉണ്ടായിരുന്നത് ഫിന്നി ജേക്കബാണ്. ഫിന്നി ജേക്കബ് അതിനുശേഷം മനോരമയിൽ നിന്ന് പോയി US കോൺസുലേറ്റിൽ ഒരു വലിയ ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം ഏകദേശം ഒരു 5-6 വർഷത്തോളം മനോരമയിൽ നിന്നു. അതിനുശേഷം അദ്ദേഹം റിട്ടയർ ചെയ്തു. അമേരിക്കയിലാണ് ഇപ്പോഴേ. പക്ഷെ അദ്ദേഹം ഒരു വളരെ സമർത്ഥനായ ഒരു ജേർണലിസ്റ്റായിരുന്നു. അദ്ദേഹവും ഞാനും കൂടെ പിന്നെ ഉള്ള യാത്രകളിടയിലാണ് ഇത്തരത്തിലുള്ള പല രസകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും പല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ ചുരുങ്ങിയൊരു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രപ്രവർത്തനം വിട്ട് വേറെ മേഖലയിലേക്ക് പോയി. അല്ലെങ്കിൽ അദ്ദേഹം കേരളം അറിയപ്പെടുന്ന വലിയൊരു ജേർണലിസ്റ്റായിട്ട് മാറുന്നു. സർ, ഈ റെയിൽവേ ദുരന്തങ്ങൾ എപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ പെരുമൺ ദുരന്തം എന്ത് പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? പെരുമൺ ദുരന്തം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് പെരുമൺ ദുരന്തം ഉണ്ടായത് ഓവർ സ്പീഡ് കൊണ്ടാണ്. അപ്പം സ്പീഡ് ലിമിറ്റ് കൃത്യമായി പാലിക്കാതെ ഓടിക്കുക. രണ്ടാമത്തെ റെയിൽവേ ട്രാക്കുകളുടെ സുരക്ഷ കൃത്യമായി പാലിക്കുക. ഇത് ആ ട്രാക്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണോ കൃത്യമായി കണ്ടെത്താൻ പറ്റിയില്ല. കാരണം അന്ന് ഈ സേഫ്റ്റി കമ്മീഷണർ തെറ്റായ റിപ്പോർട്ട് കൊടുത്ത് റെയിൽവേ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട്
യഥാർത്ഥ കാരണങ്ങളിലേക്ക് പിന്നെ പോകാൻ അവർക്ക് പെട്ടെന്ന് കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും നടത്തിയ അന്വേഷണത്തിൽ പല തെളിവുകളും നശിച്ചു പോയി. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഓരോ ദുരന്തവും നമുക്കൊരു വലിയ പാഠമാണ്. അതിനുശേഷം നമ്മുടെ റെയിൽവേ ട്രാക്കുകളുടെ സുരക്ഷിതത്വവും ഒക്കെ ഒത്തിരി മെച്ചപ്പെട്ടു. അതിനുശേഷം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ആ റെയിൽവേ ദുരന്തത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, എന്താ സാറേ, ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയാൽ അപകടമാണല്ലോ എന്ന് കരുതിയാൽ ട്രെയിനിൽ കയറുന്നത്, ട്രെയിനിൽ ഇപ്പോൾ രക്ഷയില്ലേ എന്നുള്ള, ഇന്നിപ്പോൾ ട്രെയിനിൽ കൂടെ കയറാൻ പേടിയാണെന്നുള്ളത്. പക്ഷേ ആ കാലം മാറി. ഇന്നിപ്പോൾ ട്രെയിൻ യാത്ര കുറേ കൂടെ സുരക്ഷിതമായി. പണ്ടത്തെ പോലെ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. അതെല്ലാം കാരണം നമ്മൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും ഓരോ ദുരന്തവും നമ്മളെ കൂടുതൽ സുരക്ഷിതമായി യാത്ര ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് നയിക്കുകയാണ് എന്നാണ് പറയാവുന്നത്. ഇനിയിപ്പം സിഗ്നലിംഗ് സിസ്റ്റമാണ് നന്നാവേണ്ടത്. ഇവിടെ സിഗ്നലിംഗ് സിസ്റ്റം നന്നായാൽ അപകടമേ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ റെയിൽവേയിലെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നലിംഗ് സംവിധാനം ഇപ്പോഴും കാലാനുസൃതമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അത് മാറുക എന്നുള്ളതാണ് അപകടം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. എന്തായാലും പെരുമൺ ദുരന്തത്തിനെ കുറിച്ച് ഇത്രയേറെ ഇൻഫർമേറ്റീവ് ആയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി.